ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാൻ വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്ക് പോകുകയാണോ? ഇപ്പോൾ തന്നെ രാജ്യം ഭരിക്കുന്നത് ഫീൽഡ് മാർഷൽ അസിം മുനീറാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നത് മുനീറാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ മുനീറിൻ്റെ വലങ്കൈ മൊഹ്സിൻ നഖ്വി പറയുന്നു പാകിസ്ഥാൻ ഭരണകൂടം തകർന്നുവെന്ന്. 21 വർഷമായി ജഡ്ജിമാർ ഉൾപ്പെടെ കൈക്കൂലി വാങ്ങുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ സൈനിക നേതൃത്വത്തെ ആരോപണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. പർവേസ് മുഷറഫിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും സൈന്യത്തിന് കീഴിലാകുമോ? അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്ക് ഭീഷണിയാകില്ലേ? എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? അസിം മുനീറിൻ്റെ വലങ്കൈയായ മൊഹ്സിൻ നഖ്വി, അദ്ദേഹം ഇൻറ്റീരിയർ മിനിസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ മാത്രം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ബിൽഡപ്പിനെ അളക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ആകമാന ചിത്രം നോക്കിയാൽ പാകിസ്ഥാൻ്റെ മന്ത്രിസഭയിലെ പലരുടെയും പ്രതികരണങ്ങളും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ചില പ്രതികരണങ്ങളും കണക്കിലെടുത്താൽ ഒരു സൈനിക അട്ടിമറി അതിൻ്റെ കുളമ്പടികൾ കേൾക്കുന്നില്ലേ അങ്ങകലെ. പാകിസ്ഥാൻ ഭരണകൂടം തകർന്നു എന്നതിൻ്റെ ഒരു ഓപ്പൺ അഡ്മിഷനാണ് മന്ത്രിസഭയിലെ ഒരു അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഷഹബാസ് ഷെരീഫ് മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ 70-75 വർഷമായി തുടരുന്ന ഭരണരീതി അത് കൊളാപ്സ് ചെയ്തിരിക്കുന്നു. ഡീസെൻട്രലൈസേഷൻ ആവശ്യമാണ്. പാകിസ്ഥാൻ യുവജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. ഇന്നല്ലെങ്കിൽ നാളെ ജൻസി പ്രക്ഷോഭം കോക്രോച്ചിൻ്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല. അതുമാത്രമല്ല, ആഭ്യന്തര വിഷയങ്ങളെ, അത് ബലൂചിസ്ഥാൻ ആവട്ടെ, ആസാദ് കാശ്മീർ അല്ലെങ്കിൽ ജിൽജിത് ബാൾട്ടിസ്ഥാൻ അവിടങ്ങളിലെ പ്രക്ഷോഭമാകട്ടെ, അല്ലെങ്കിൽ പാക് താലിബാൻ, തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ, ആ സംഘടനയോടുള്ള നിലപാടാകട്ടെ, എല്ലാത്തിലും പാകിസ്ഥാൻ ഭരണകൂടം പുലർത്തുന്ന നിലപാടുകളിൽ പുനഃപരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് സിവിലിയൻ ഭരണകൂടത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല എന്ന് പറയുമ്പോൾ അതൊരു സിവിലിയൻ ഭരണകൂടത്തിലെ മന്ത്രിയാണ് പറയുന്നതെന്ന് ഓർക്കണം. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ സൈനിക അട്ടിമറിക്ക് സന്നദ്ധമായിരിക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്നു. ഇനി നമുക്ക് വിശാലമായ ആ സാഹചര്യം ഒന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനിക ബിൽഡപ്പാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം തന്നെ 250 ഹോവിറ്റ്സറുകൾ അതിർത്തിയിൽ പല ഭാഗത്തായി ഇന്ത്യൻ പഞ്ചാബ് അതിർത്തിയിൽ, ഇന്ത്യയുടെ രാജസ്ഥാൻ അതിർത്തിയിൽ, ഇന്ത്യയുടെ കാശ്മീർ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് അതിർത്തിയിൽ മറ്റു ചില വിന്യാസങ്ങളും ഉണ്ട്. KH-15 രീതിയിലുള്ള ആ ഒരു ചൈനീസ് നിർമ്മിത ഹോവിറ്റ്സേഴ്സാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റിങ്? അതൊരു ന്യായമായ ചോദ്യമാണ്. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ഈ SH-15 എന്ന ഗണത്തിലുള്ള ഹോവിറ്റ്സറുകൾ നിർമ്മിക്കുന്നത്. അത് ട്രക്ക് മൗണ്ടഡ് ഗൺസാണ്. അതായത് ഈ 115 mm പീരങ്കികളാണ്. നമ്മൾ ബോഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഈ വലിച്ചുകൊണ്ട് പോകാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ട്രക്കുകളിൽ, വലിയ ട്രക്കുകളിൽ പ്ലാന്റ് ചെയ്യാവുന്ന, എന്നിട്ട് പെട്ടെന്ന് ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നാണ് പറയുക. ഷൂട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ട്രക്കുകൾ പൊസിഷൻ മാറ്റാം. അതുകൊണ്ട് ഇന്ത്യയുടെ റേഡാറുകൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ കഴിയും എന്നതാണ്. അപ്പം എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ അങ്ങനെ ഒരു സൈനിക വിന്യാസം ഇന്ത്യൻ അതിർത്തിയിൽ പ്ലാന്റ് ചെയ്യുന്നു? ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് നിർത്തിവെച്ചിരിക്കുന്നു. ഏത് നിമിഷവും പാകിസ്ഥാനിൽ നിന്നും ഒരു നുഴഞ്ഞുകയറ്റമോ ഭീകരാക്രമണമോ ഉണ്ടായാൽ ഏത് നിമിഷവും ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കും എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ആക്രമണം മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കും. അപ്പോൾ ഒരു സിവിലിയൻ ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്യാനാവാതെ വരും. അപ്പോൾ അസിം മുനീറിന് മാത്രമാണ്, സേനയ്ക്ക് മാത്രമാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവുക. ഇപ്പോൾ തന്നെ ഡിഫാക്റ്റോ നിയന്ത്രണം, പാകിസ്ഥാൻ്റെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്നത് പാകിസ്ഥാൻ സൈന്യവും അതിൻ്റെ ജനറലായ ഫീൽഡ് മാർഷൽ
അസിം മുനീറുമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു നോക്കുകുത്തിയാണ്. സൈന്യം പറയുന്നതിന് ഉപരിയായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനുമായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് അസിം മുനീറിനോടാണ്, ഷഹബാസ് ഷെരീഫിനോടല്ല. ഈവൻ നയതന്ത്ര ചർച്ചകളിൽ പോലും അസിം മുനീർ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മിലിറ്ററി ജനറൽ അല്ലെങ്കിൽ ഒരു അഡ്മിറൽ നയതന്ത്ര ചർച്ചയിൽ പങ്കെടുക്കുന്നതായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? അത് വിദേശകാര്യമന്ത്രിയോ പ്രധാനമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ മന്ത്രിസഭ നിയോഗിക്കുന്ന ഒരു മന്ത്രിയോ ഒക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഫഷണൽ സെക്രട്ടറിമാരായിരിക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആയിരിക്കും. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ സൈന്യം വലിയ രീതിയിൽ പാകിസ്ഥാന്റെ നയതന്ത്ര ശ്രമങ്ങൾ, ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് പറയുമ്പോൾ സൈന്യം കൂടുതൽ സിവിൽ അധികാരങ്ങളിലേക്ക് കടക്കുന്നു എന്ന സൂചന ഇവിടെ പ്രബലമാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ വൻപൻ ആക്രമണമാണ് താലിബാൻ, അതായത് പാക് താലിബാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലാണ് ആൾനാശം സൈന്യത്തിൻ്റെ ഭാഗത്തും പാക് താലിബാൻ്റെ ഭാഗത്തും വരുന്നത്. നോക്കൂ, 1978 സോവിയറ്റ് ഇൻ്റർവെൻഷൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായപ്പോൾ സോവിയറ്റ് സേനകളെ പിന്തള്ളാൻ വേണ്ടി ഭീകര ഗ്രൂപ്പുകളെ സഹായിച്ചത് അമേരിക്കൻ സഹായത്തോടുകൂടി പാകിസ്ഥാനാണ് എന്നോർക്കണം. പിന്നീട് ദീർഘകാലം നീണ്ടുനിന്ന സിവിൽ യുദ്ധത്തിൽ താലിബാൻ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് താലിബാനെ ഇന്നത്തെ രൂപത്തിൽ വളർത്തിയെടുത്തതും പാക് സൈന്യമാണ് എന്നുകൂടി ഓർക്കണം. ഇപ്പോഴിതാ അമേരിക്ക താലിബാനെ പുറത്താക്കി അധികാരം അവിടെ പിടിച്ചെടുക്കുന്നു. ഹമീദ് കർസായി ഗവൺമെൻറ്റിനെ അവിടെ പ്ലാന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ട് അമേരിക്ക അവിടെ വിട്ടുപോവുകയും താലിബാൻ 2.0 എന്ന നിലയിൽ ഒരു റിഫോംഡ് താലിബാൻ അവിടെ അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. ആ താലിബാനുമായി വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ പാകിസ്ഥാൻ അതിനെ സ്വീകരിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ വൈരുദ്ധ്യങ്ങൾ വരികയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പരമ്പരാഗത പ്രശ്നങ്ങൾ, ഡ്യൂറന്റ് ലൈൻ ഒരിക്കൽ പോലും അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. ബ്രിട്ടീഷ് ഇന്ത്യ, അത് പാകിസ്ഥാനും കൂടെ ചേർന്നതാണല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയും ട്രഡീഷണൽ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഔപചാരിക രേഖയായിരുന്നു ബ്രിട്ടീഷ് സർവേയർ ജനറലായിരുന്ന ഡ്യൂറന്റ് രേഖപ്പെടുത്തിയ ഡ്യൂറന്റ് ലൈൻ. ആ ലൈൻ അതിക്രമിച്ചുകൊണ്ട് പാകിസ്ഥാൻ അഫ്ഗാൻ മണ്ണിലേക്ക് കടന്നു കയറുന്നു എന്ന പരിഭവം അഫ്ഗാനിസ്ഥാനുണ്ട്. അതുകൊണ്ട് ഡ്യൂറന്റ് ലൈൻ അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഡ്യൂറന്റ് ലൈൻ കടന്നുകൊണ്ട് യഥേഷ്ടം പാകിസ്ഥാനിലെ താലിബാൻ, അഫ്ഗാൻ താലിബാനും പാകിസ്ഥാൻ താലിബാനും തമ്മിൽ ബന്ധമുണ്ടല്ലോ. പാകിസ്ഥാൻ താലിബാന് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ ഡ്യൂറന്റ് ലൈൻ കടന്നുകൊണ്ട് അഭയം നൽകുന്ന അഫ്ഗാനിസ്ഥാനാണ്. അതാണ് പാകിസ്ഥാൻ ആരോപണം. അവിടെ നിൽക്കുന്നില്ല ആരോപണം. ഇപ്പോഴത്തെ അഫ്ഗാൻ ഭരണകൂടത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത് ഭാരതമാണ്. ഇന്ത്യയുടെ സഹായം കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ നിലനിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴും മറ്റ് കലാമിറ്റീസ് ഉണ്ടാകുമ്പോഴും ഇന്ത്യയുടെ നിർലോഭമായ സഹകരണം എക്കാലത്തും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് എതിരായി നിന്ന സമയത്തും അതുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. പക്ഷേ ഇപ്പോൾ ചബഹാർ തുറമുഖത്തിലൂടെ, ഇറാൻ്റെ ചബഹാർ തുറമുഖത്തിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള സപ്ലൈസ് എത്തിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഇപ്പോൾ അത് ചബഹാർ ഒരു പ്രശ്ന സങ്കീർണമായ മേഖലയാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ചബഹാർ ഏതാണ്ട് ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല, ആത്യന്തികമായി ചബഹാറിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും ഇന്ത്യക്കൊരു കവാടമുണ്ട് എന്നുകൂടി പാകിസ്ഥാൻ അറിയാം. അതായത് പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിലുള്ള, തെക്കൻ പ്രവിശ്യ ബലൂചിസ്ഥാനിലുള്ള തുറമുഖത്തിന് ബദലായിട്ടാണ് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന് ബദലായി തൊട്ട് പടിഞ്ഞാറ് ചബഹാർ തുറമുഖം ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഒരു വാതായനം എന്ന നിലയിലേക്കാണ് കാണുന്നത്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ ഇന്ത്യയിൽ വന്നു, കഴിഞ്ഞ വർഷം വന്നു, ഏതാനും ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു DNA, സമാനമായ DNA, അത് പൊളിറ്റിക്കൽ DNA എന്നതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കൾച്ചറൽ DNA മാത്രമല്ല. ആ DNAയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കൈവിട്ട് പോയി എന്ന മട്ടിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ പ്രതികരണം. അതുകൊണ്ട് പാകിസ്ഥാൻ ഗെറ്റ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ എന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് നേരിടണമെങ്കിൽ പാകിസ്ഥാനിൽ ശക്തമായ ഒരു ഭരണകൂടം ഉണ്ടാകണം. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ പ്രവിശ്യ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ വേണ്ട രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സിവിൽ ഗവൺമെൻറ് കഴിയില്ല. ബലൂചിസ്ഥാനിൽ പാക് ആർമിയെ വലിയ രീതിയിലാണ് ബലൂച്ച് വിപ്ലവകാരികൾ റെസിസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ വരുന്ന 11-ാം തീയതി, ഓഗസ്റ്റ് മാസം 11-ാം തീയതി ബലൂചിസ്ഥാൻ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പരിഗണിക്കപ്പെടണം എന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി.
അതൊരു വശത്ത്. അതുകൊണ്ട് ബലൂചിസ്ഥാൻ അങ്ങനെ പെട്ടെന്നൊന്നും ലോകരാജ്യങ്ങൾ അംഗീകരിക്കില്ലായിരിക്കാം. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ബലൂച്ച് വിമോചനത്തിന് സഹായം നൽകുന്നു എന്നതാണ് പാകിസ്ഥാൻ ആരോപണം. അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിൽ JAAC പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ക്രൂരതകൾക്കെതിരെ, അടിച്ചമർത്തലിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 100-ലധികം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഏതാനും പോലീസ് സേന അംഗങ്ങളും അവിടെ കൊല്ലപ്പെട്ടു, സൈനികരും ആ പ്രദേശത്ത് കൊല്ലപ്പെട്ടു. അവിടുത്തെ നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടുത്തെ പ്രാദേശിക ലെജിസ്ലേച്ചറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 12 സീറ്റുകൾ ഇന്ത്യ കാശ്മീരിൽ, അതായത് ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീരിൻ്റെ പ്രതിനിധികളായി ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാനെ നോമിനേറ്റ് ചെയ്യാവുന്ന രീതിയിൽ വരുമ്പോൾ തങ്ങളുടെ കോട്ടയാണ് കുറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യൻ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണല്ലോ, യഥാർത്ഥ കാശ്മീർ ഇന്ത്യൻ കാശ്മീർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രതിനിധികൾ എന്ന വ്യാജേന എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രവിശ്യയുടെ ഒരു അസംബ്ലിയിലേക്ക് ആളുകളെ എത്തിക്കുന്നത്? പാകിസ്ഥാൻ ആസാദ് കാശ്മീരിനോടും ജിൽജിത്ത് ബാൾട്ടിസ്ഥാനോടും, അതാണല്ലോ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത്, ആ മേഖലയോട് കാട്ടുന്ന കടുത്ത അവഗണന. പവർ സപ്ലൈ അവിടെ എത്തുന്നില്ല. അവിടെയാണ് വൈദ്യുതി ഉത്പാദനം നടക്കുന്നത്, അവിടെയാണ് വിഭവങ്ങൾ, ജലവിഭവമുള്ളത്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റുകളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അവിടെ ലഭ്യമല്ല. അത് വലിയൊരു പരിവേദനമാണ് അവർക്ക്. അതുപോലെ വലിയ ടാക്സുകളാണ്, അവിടെ വികസനം എത്തുന്നില്ല. അപ്പം പാകിസ്ഥാൻ ആകെ നട്ടം തിരിയുകയാണ്. ബലൂചിസ്ഥാനിൽ, ഖൈബർ പഖ്തൂൺഖായിൽ, അതുപോലെ പാകിസ്ഥാൻ്റെ വടക്കൻ പ്രദേശമായ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഒക്കെ തന്നെ, സിന്ധിൽ ഉൾപ്പെടെ പ്രതിഷേധം കനക്കുമ്പോൾ സൈനിക ഭരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ജനകീയ സർക്കാരിന് തന്നെ മന്ത്രിമാരിൽ ചിലർ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധ തിരിച്ചുവിടാനും, ഒരു കലാമിറ്റി ഉണ്ടായാലും, യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോൾ കാർഗിലൊക്കെ ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ ഭരണം അട്ടിമറിക്കപ്പെട്ടില്ലേ, ഭരണം മാറിയില്ലേ, പർവേസ് മുഷറഫ് ഭരണം ഏറ്റെടുത്തില്ലേ. അപ്പോൾ 2 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വീണ്ടും അതിനുള്ള സാഹചര്യം, പക്ഷേ ഈ ഹൊവിറ്റ്സറുകൾ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിപ്പിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യയെ പേടിപ്പിക്കാൻ ആവില്ല. ഇപ്പോൾ K9 വജ്ര എന്ന രൂപത്തിൽ ഇന്ത്യക്ക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, ഇന്ത്യക്ക് റേഡാറുകളുണ്ട്. സ്വാതി റേഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഇപ്പം ഈ 70 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് വരാൻ കഴിയുമെന്നാണ് പറയുന്നത് പാകിസ്ഥാൻ്റെ SH-15 മിസൈലുകൾക്ക്. അതായത് റോക്കറ്റ് സാങ്കേതികവിദ്യ ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു എന്നതാണ്. ഷെല്ലുകൾ റോക്കറ്റ് അധിഷ്ഠിതമായൊരു വിദ്യയിലൂടെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയും. പരമ്പരാഗതമായൊരു ഡിഫൻസ് സംവിധാനമാണ്, ഒഫൻസീവ് സംവിധാനവുമാണ്. പക്ഷേ ഇന്ത്യക്ക് ഫലപ്രദമായി എതിരിടാൻ കഴിയും. അടുത്ത ഓപ്പറേഷൻ സിന്ധൂർ അതിനുള്ള സമയമായോ എന്ന് ചിലരെങ്കിലും ശങ്കിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ വലിയ സംസാരം നടക്കുമ്പോൾ, ഭരണകൂടത്തെക്കുറിച്ച് സംസാരം നടക്കുമ്പോൾ ഇന്ത്യക്കൊരു വാർണിംഗ് സിഗ്നൽ ലഭിക്കുകയാണ്. പാകിസ്ഥാൻ എപ്പോഴെല്ലാം അസ്ഥിരമാകുന്നു അപ്പോഴെല്ലാം തന്നെ ഇന്ത്യ വിരോധം ആളിക്കത്തിച്ചുകൊണ്ടാണ് ഭരണകൂടവും സൈന്യവുമൊക്കെ നിലനിൽക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ആലോചിക്കുമ്പോൾ ഏത് നിമിഷവും ഒരു സംഘർഷം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഘനീഭവിക്കാം. ഒരു വാൽക്കഷ്ണം കൂടി ഒരുപക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. കോക്രോച്ചുകൾ വലിയ രീതിയിൽ പിടിമുറുക്കുന്നു. ഭരണകൂടത്തിന് ഈ വലിയ രീതിയിലുള്ള ജനസമ്മതി ഉണ്ടായിരുന്നു എന്ന പ്രതീതി ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു. രാഷ്ട്രീയ സംഘർഷം ഇന്ത്യയിലുള്ളപ്പോൾ അതിർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭരണകൂടത്തിനും ഒരുപക്ഷെ നന്നായിരിക്കും. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ, മോദി സർക്കാരിനെതിരെ ഏതെങ്കിലും വിമർശനം ഭാരതത്തിലുണ്ടെങ്കിൽ, ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ദേശീയ ശ്രദ്ധ അതിലേക്ക് തിരിയും. 2 രാജ്യങ്ങളും ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ അതിർത്തിയിലെ സാഹചര്യം നമുക്ക് കൃത്യമായി വിലയിരുത്താൻ ആവൂ. അതുകൊണ്ട് സംഘർഷ സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മുന്നോട്ട് പോകുന്നത്. അതിർത്തികൾ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ശാന്തമാവട്ടെ എന്ന് ആഗ്രഹിക്കാം. നമുക്ക് മറ്റൊരു യുദ്ധത്തിനുള്ളൊരു സാമ്പത്തിക സാഹചര്യമല്ല, അതിനുള്ളൊരു സാഹചര്യമേ അല്ല ഇപ്പോൾ, അതുണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ബെറ്റർ സെൻസ് പാകിസ്ഥാനിലും ഇന്ത്യയിലും കുറച്ചുകൂടി ഉന്നതമായ രാഷ്ട്രീയ ബോധവും ദേശീയ താല്പര്യങ്ങളും ഉണ്ടാവട്ടെ. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാതിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.